ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പച്ചടിയാണ്, പഴുത്ത മാങ്ങ പച്ചടി. എൻ്റെ മാങ്ങ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു മീഡിയം സൈസ് മാങ്ങ ഇങ്ങനെ ചെറുതായിട്ട് കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. 3-4 കുഞ്ഞുള്ളിയും 2-3 പച്ചമുളകും ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാനിൽ 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ 1 ടീസ്പൂൺ കടു പൊട്ടിച്ചെടുക്കും. എന്നിട്ട് 1-2 ഉണക്കമുളക് ഇടും. എന്നിട്ട് എൻ്റെ അരിഞ്ഞു വെച്ച കുഞ്ഞുള്ളിയും പച്ചമുളകും അത് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കും. കുഞ്ഞുള്ളി സോഫ്റ്റ് ആകുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കും. എന്നിട്ട് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ച് ചെറിയ മാങ്ങാ കഷ്ണങ്ങൾ അതിലിട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊരു ലിഡ് കൊണ്ട് മൂടി വെക്കും. മാങ്ങ പീസ് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി. ഈ മാങ്ങ നല്ല പഴുത്തയാണ്ട് അതിൻ്റെ ആവശ്യത്തിന് അതിന് വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ അത് നല്ലോണം സോഫ്റ്റ് ആയിക്കോളും. അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇച്ചിരി തേങ്ങ, തൈര്, ഇഞ്ചി, കുഞ്ഞുള്ളി, ജീരകം, കരിവേപ്പില ഇതെല്ലാം കൂടെ ഒരു മിക്സിയിലിട്ട് ഇച്ചിരി വെള്ളം കൂടി എടുത്ത്, ഞാനിവിടെ എൻ്റെ തൈരെടുത്ത് കപ്പി തന്നെ വെള്ളം എടുക്കുക. അതുകൊണ്ടാണ് ഈ വെള്ളത്തിൻ്റെ നിറം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയിലൊന്ന് നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കണം. എന്നിട്ട് ഇതിൽ ഇച്ചിരി കടു ഒന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം. ഇത് നമുക്ക് നല്ലോണം ഈ കടു പേസ്റ്റോ പൗഡർ ആക്കി കഴിഞ്ഞാൽ, ഒത്തിരി പൗഡർ ആക്കി കഴിഞ്ഞാൽ ഇത് കറി ഇച്ചിരി കയ്പ്പ് വരും. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇടുന്നത്. എന്നിട്ട് ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടി ഇട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇനി ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കാം. എൻ്റെ മാങ്ങാ കഷ്ണങ്ങൾ ഇപ്പം നല്ലോണം വെന്തിട്ടുണ്ട്. ഈ മാങ്ങാ കഷ്ണങ്ങൾ കരിയാതെ ശ്രദ്ധിക്കണം. അപ്പം ഇനി ഞാൻ അരച്ചു വെച്ച തേങ്ങയുടെ പേസ്റ്റ് എല്ലാം കൂടെ ഈ മാങ്ങാ കഷ്ണങ്ങളുടെ കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യും. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഗ്യാസിൽ വെക്കും. ഈ കറി നമ്മൾ ബോയിൽ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് കേർഡിലാകും, പൊട്ടിപ്പോകും. പിന്നെ ഇതിൻ്റെ ടെക്സ്ചറും ഇതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ഫ്ലേവറും എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കും. അപ്പോൾ എൻ്റെ മാങ്ങ പച്ചടി അങ്ങനെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങ പച്ചടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മീൻകറിയുടെ ഒക്കെ കൂട്ട് പറയാം. ഇച്ചിരി നേരം ഇരുന്നാലേ ആ പരുത്ത മാങ്ങയുടെ നല്ല ടേസ്റ്റ് ഇങ്ങനെ വെളി വരത്തുള്ളൂ. അപ്പോൾ ഇത് ഇച്ചിരി ഇരിക്കണം. ഇപ്പം നമ്മൾ രാവിലെ ഉണ്ടാക്കുവാണെങ്കിൽ ഉച്ചയ്ക്ക് എടുക്കണം, അല്ലെ രാത്രി ഉണ്ടാക്കിയിട്ട് രാവിലെ ഉച്ചയ്ക്ക് എടുക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് വ്യത്യാസമാണ്. നല്ല ടേസ്റ്റ് അപ്പോഴേ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഓണത്തിൽ ഈ മാങ്ങ പച്ചടി ഉണ്ടാക്കി നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോയും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫാമിലി ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം. എൻ്റെ കുട്ടി ചാനലിലേക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. Thanks for watching. Have a blessed life. You take care and bye for now. And happy Onam.